നമസ്കാരം. അർണോൾഡ് ഷ്വാസ്നഗർ ജീവിത വിജയത്തിൻ്റെ പര്യായം ചാപ്റ്റർ 13 ദ കംബാക്ക്. 1970 പരിചയപ്പെട്ട ജിം ലോറിമർ എന്ന വ്യക്തി നടത്തുന്ന മിസ്റ്റർ വേൾഡ് കോമ്പറ്റീഷനിൽ അദ്ദേഹത്തോടൊപ്പം ആ കോമ്പറ്റീഷൻ്റെ സംഘാടകരിലൊരാളായി മാറി. അത് 70 ഇവരാദ്യം പരിചയപ്പെട്ടപ്പോഴേ അർണോൾഡ് പറഞ്ഞിരുന്നതാണ്, എനിക്കിവിടുത്തെ താങ്കളുടെ ഈ രീതികളൊക്കെ ഇഷ്ടപ്പെട്ടു, ഞാൻ ബോഡി ബിൽഡിങ്ങിൽ നിന്ന് റിട്ടയർ ആയാൽ താങ്കളുടെ കൂടെ ഉണ്ടാവും. ആ വാക്ക് അർണോൾഡ് പാലിക്കുകയായിരുന്നു. അർണോൾഡ് സംഘാടക നിരയിലേക്ക് വന്നതോടെ ആ മത്സരത്തിൻ്റെ പ്രചാരം വല്ലാതെ വർദ്ധിച്ചു. ഒരുപാട് പാർട്ടിസിപ്പൻസ് അതിലേക്ക് വരാൻ തുടങ്ങി. അവസാനം ആ മത്സരം അർണോൾഡിൻ്റെ പേരിൽ തന്നെ അറിയപ്പെടാൻ തുടങ്ങി. ഇന്ന് അർണോൾഡ് ക്ലാസിക്സ് എന്നും പിന്നീട് അർണോൾഡ് സ്പോർട്സ് ഫെസ്റ്റിവൽ എന്നും അറിയപ്പെടുന്നു. അതിനെക്കുറിച്ച് പിന്നീട് വിശദമായിട്ട് പറയും. 1977 കണ്ടുമുട്ടലിന് ശേഷം നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാണ്, മറിയയുമായി വല്ലാതെ അടുത്തു. ദിവസേന ഫോൺ ചെയ്യും, തരം കിട്ടുമ്പോഴെല്ലാം തമ്മിൽ കാണും. ആ ബന്ധം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കോനാൻ ദ ബാർബേറിയൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. പക്ഷേ ഷൂട്ടിംഗ് പലപ്പോഴായി വിചാരിച്ച സമയത്ത് കഴിയുന്നില്ല, നീണ്ടു പോകുകയാണ്. പ്രധാനമായ കാര്യം, പല രാജ്യങ്ങളിൽ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പോൾ ഓരോ രാജ്യത്തെയും ഷൂട്ടിങ്ങിന് അവിടെ നിന്നുള്ള പെർമിഷൻ കിട്ടണം, അവിടെയുള്ള ബാക്കി സെറ്റ് റെഡിയാക്കണം. അങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കാരണം അത് നീണ്ടു പോയി. അവസാനം 79 അതിൻ്റെ ഷൂട്ടിംഗ് സ്പെയിനിൻ്റെ തലസ്ഥാനമായ മാഡ്രിഡിൽ ആരംഭിച്ചു. ഏകദേശം ഒരു 5 മാസത്തോളം അവിടെ ഷൂട്ടിംഗ് നടന്നു. ആ സമയത്ത് ഇവരുടെ കണ്ടുമുട്ടൽ മുടങ്ങി. മറിയയും അർണോൾഡും തമ്മിൽ 5 മാസം കണ്ടുമുട്ടിയിട്ടേ ഇല്ല. എന്നാലും ഫോൺ ചെയ്യലും കത്തയക്കലും ഒക്കെ മുറയ്ക്ക് നടന്നിരുന്നു. 1980 ഏപ്രിൽ മാസത്തോടെ മാഡ്രിഡിലെ ഷൂട്ടിംഗ് അവസാനിച്ചു. ഇനി അടുത്ത ഷൂട്ടിംഗ് സൈറ്റ് സെറ്റ് ചെയ്യുന്നത് ആഫ്രിക്കയിലാണ്. കോനാൻ ദ ബാർബറിന് വേണ്ടി സ്റ്റേ ഹംഗ്രിക്ക് ഉണ്ടാക്കിയിരുന്ന ബോഡിയുടെ രീതിയല്ല, പമ്പിങ് ആൻഡിൻ്റെ ബോഡിയുടെ രീതിയല്ല. കുറേ കൂടി വലിപ്പം കൂടിയ, മസ്കുലറായ, എന്നാൽ അതേസമയം മസിൽ സെപ്പറേഷൻ അത്രയ്ക്കില്ലാത്ത ഒരു ബോഡി. ആ ഒരു രീതിയിലേക്ക് അർണോൾഡ് ശരീരം മാറ്റിയെടുത്തു. ശരീരഭാരം കുറച്ച് കൂട്ടി, അതിനനുസരിച്ച് ശരീര വലുപ്പവും കൂടി. അതുവരെ ഇല്ലാത്ത ഒരു ബോഡി വെയ്റ്റ്, 120 കിലോയ്ക്ക് മേലെ ബോഡി വെയ്റ്റ്. 80 പകുതിയോടെ ഷൂട്ടിംഗ് നിർത്തിവെച്ച കോനാൻ ദി ബാർബേറിയൻ സിനിമ വീണ്ടും ഷൂട്ടിംഗ് തുടങ്ങാൻ അടുത്ത വർഷമേ സാധ്യതയുള്ളൂ. ഇതിനിടയിൽ അമേരിക്കയിൽ പ്രസിഡന്റ് ഇലക്ഷൻ വരികയാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല, അവിടെ പ്രസിഡന്റിനെ ജനങ്ങൾ നേരിട്ട് തിരഞ്ഞെടുക്കുകയാണ്. അതിന് തന്നെ 2 സ്റ്റേജുകളുണ്ട്. അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു കാര്യം, ആകെ 2 പാർട്ടികളേ ഉള്ളൂ. 2 രാഷ്ട്രീയ പാർട്ടികൾ. നമ്മൾ മുമ്പ് ഒരിക്കൽ മനസ്സിലാക്കിയതാണ്, ഡെമോക്രാറ്റിക് പാർട്ടിയും റിപ്പബ്ലിക്കൻ പാർട്ടിയും. അർണോൾഡ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കി അന്നേ തീരുമാനിച്ചാണ്, ഞാൻ റിപ്പബ്ലിക്കൻ പാർട്ടിയിലാണ്. ഒരു പ്രധാന വ്യത്യാസം മറിയയും അർണോൾഡും തമ്മിലുള്ളതാണ്. മറിയ ഉൾപ്പെടുന്ന കെന്നഡി കുടുംബം ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആൾക്കാരാണ്. മറിയയുടെ ഗ്രാൻഡ് ഫാദർ ജോൺ എഫ് കെന്നഡി US പ്രസിഡൻ്റായിരുന്നു, ഡെമോക്രാറ്റിക് പാർട്ടിയെ പ്രതിനിധീകരിച്ച്. അതുപോലെ റോബർട്ട് എഫ് കെന്നഡി, ജോൺ എഫ് കെന്നഡിയുടെ ബ്രദർ, അദ്ദേഹം US സെനറ്ററായിരുന്നു. ആ വർഷം അവരുടെ ഏറ്റവും ഇളയ സഹോദരൻ ടെഡി കെന്നഡി പ്രസിഡന്റ് ഇലക്ഷന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ അമേരിക്ക ഭരിക്കുന്ന പ്രസിഡന്റ് ജിമ്മി കാർട്ടർ ഡെമോക്രാറ്റിക് പാർട്ടിക്കാരൻ തന്നെയാണ്. അപ്പോൾ ഇവരുടെ പ്രസിഡന്റ് ഇലക്ഷൻ്റെ ഒരു പ്രധാന വ്യത്യാസം ഇതാണ്, ആദ്യം ഒരു പ്രൈമറി ലെവൽ ഇലക്ഷൻ നടക്കും. അത് പാർട്ടിക്കുള്ളിലാണ്.
പ്രചാരണമൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ പ്രൈമറി ലെവൽ ഇലക്ഷനിൽ ഏത് പാർട്ടിയിൽ നിന്ന് ആര് മത്സരിക്കും എന്നാണ് തീരുമാനിക്കുക. ഡെമോക്രാറ്റിക് പാർട്ടിക്ക് 2 സ്ഥാനാർത്ഥികൾ, ഒന്ന് നിലവിലുള്ള പ്രസിഡന്റ് ജിമ്മി കാർട്ടർ, എതിരാളി ടെഡി കെന്നഡി. മെരിയ ഊർജിതമായി ടെഡിയുടെ പ്രചാരണത്തിന് ഇറങ്ങി. സ്വാഭാവികമാണല്ലോ, ഒരേ കുടുംബമല്ലേ. ഒരു വിരോധാഭാസം ഉണ്ടായത് ലോസ് ആഞ്ചലസിൽ ആ പ്രചാരണത്തിന് പ്രധാനമായി ഉപയോഗിച്ചിരുന്ന വാഹനം അർണോൾഡ് ആയിടയ്ക്ക് വാങ്ങിച്ച ഒരു SUV ആയിരുന്നു. ഒരു ചെറോക്കി ചീഫ് എന്ന ജീപ്പ്. ഒരു വളരെ വലിയൊരു SUV ആണ്. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴാണ് അത് വരാൻ തുടങ്ങിയത്. അന്നേ ശരിക്കും US മേഡാണ്. മെറിയ അർണോൾഡിനോട് ആവശ്യപ്പെട്ടു, ഇലക്ഷൻ പ്രചാരണത്തിന് താങ്കളുടെ വാഹനം എനിക്ക് ആവശ്യമുണ്ട്, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ വാഹനം കൊടുത്തു. പിന്നെ അർണോൾഡ് കാണുന്നത് ആ വാഹനം മുഴുവൻ ഈ പ്രചാരണത്തിനുള്ള ബാനറുകളും ഒക്കെ പിടിപ്പിച്ച രീതിയിലാണ്. പിന്നെ ഇലക്ഷൻ പ്രചാരണം കഴിയുന്നവർ അർണോൾഡ് ആ വാഹനം എടുത്തിട്ടില്ല. കാരണം ഇപ്പം അദ്ദേഹത്തിന് അത്യാവശ്യം എല്ലാവർക്കും അറിയാം, അദ്ദേഹം റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ഒരാളാണ് എന്നറിയാം. മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല, കാരണം ഇപ്പോഴും അദ്ദേഹം US സിറ്റിസൺ ആയിട്ടില്ല. അതുകൊണ്ട് പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല. എന്നാലും പലപ്പോഴും പല പ്രസംഗങ്ങളിലും പൊതുവേദികളിലും എല്ലാം അർണോൾഡ് അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അമേരിക്കയെ മുന്നോട്ട് നയിക്കേണ്ട പാർട്ടി. അതിനെക്കുറിച്ചൊരു ചെറിയൊരു വ്യത്യാസം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഡെമോക്രാറ്റിക് പാർട്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, നമ്മുടെ നാട്ടിലുണ്ടല്ലോ, പൊതുമേഖലയെ വളർത്തുക, എന്നിട്ട് വല്ലതും വളരുന്നുണ്ടോ? എല്ലാം ഓരോ ദിവസം താഴോട്ട് പോവല്ലാതെ. അതേസമയം റിപ്പബ്ലിക്കൻ പാർട്ടി അങ്ങനെയല്ല, വളർന്നു വരുന്നവർക്ക് വേണ്ട അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, അതിനനുസരിച്ച് അവർക്ക് ഉന്നതിയിലോട്ട് പോകണമെങ്കിൽ അതിനനുസരിച്ചുള്ള അവസരങ്ങളാണ് വേണ്ടത്. അല്ലാതെ എല്ലാവരെയും ഒരേപോലെ, പഴയൊരു ചൊല്ലുണ്ട്, കാളയും കുതിരയും ഒരേ നോത്തിൽ കെട്ടുക എന്നുള്ള രീതിക്കല്ല ഒരു രാജ്യം മുന്നോട്ട് പോകേണ്ടത്. ഓരോ വ്യക്തികളും അവരവരുടെ രീതിക്ക് ഉയർന്നു വന്നാൽ അനുസരിച്ച് രാജ്യം ഉയരും. അത്തരം ഒരു പോളിസിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടിക്ക്. അതുകൊണ്ട് ഇതിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇതിലെ ഒരു വിരോധാഭാസം എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക്കാർ സാമൂഹ്യ സുരക്ഷ ഇതൊക്കെ പറയുമെങ്കിലും ആ പാർട്ടി മെമ്പേഴ്സൊന്നും അങ്ങനെയല്ല. ഇപ്പോൾ കെന്നഡി കുടുംബം എടുത്താൽ തന്നെ അവരിൽ ഓരോ അംഗങ്ങളും കോടീശ്വരന്മാരാണ്. അവർക്കെല്ലാം വലിയ ബിസിനസ്സുകളും അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാതെ സാമൂഹ്യ സുരക്ഷയും പെൻഷനും വാങ്ങിച്ച് ജീവിക്കുന്ന ആൾക്കാരൊന്നുമല്ല. പിന്നെ അവിടുത്തെ വേറൊരു കാര്യം, അവിടെ രാഷ്ട്രീയത്തിൽ വരുന്നതേ അങ്ങനെയുള്ള ആൾക്കാരാണ്. കോടീശ്വരന്മാരാണ് രാഷ്ട്രീയത്തിലേക്ക് വരിക. ഇപ്പം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഡൊണാൾഡ് ട്രംപ് അടക്കം എല്ലാ അമേരിക്കൻ പ്രസിഡന്റുമാരും അത്തരം നേതാക്കന്മാരും ഒക്കെ കോടീശ്വരന്മാരാണ്. അല്ലാണ്ട് രാഷ്ട്രീയത്തിൽ വന്ന് കോടികൾ വരുന്ന പരിപാടി അവിടെ ഇല്ല. വളരെ ശക്തമായ ഒരു പ്രചാരണം തന്നെ നടന്നു ജിമ്മി കാർട്ടറും കെന്നഡിയും തമ്മിൽ. തുടക്കത്തിൽ കെന്നഡിക്ക് നല്ല ലീഡിങ്ങുമായിരുന്നു. കാരണം ജിമ്മി കാർട്ടറുടെ ഭരണത്തിൽ പൊതുവെ ആർക്കും ഒരു അഭിപ്രായം ഉണ്ടായിരുന്നില്ല. പക്ഷേ പ്രചാരണം പുരോഗമിക്കും തോറും ജിമ്മി കാർട്ടർ ലീഡ് ചെയ്തു വന്നു. അതിനുള്ളൊരു പ്രധാന കാരണം, ഈ ടെഡി കെന്നഡി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു കാർ ആക്സിഡൻ്റ് ഉണ്ടാക്കിയിരുന്നു. ആക്സിഡൻറ്റ് സ്വാഭാവികമാണ്. പക്ഷേ അതിൽ വ്യത്യാസം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പാർട്ടിയിൽ നിന്ന് അത്യാവശ്യം മദ്യപിച്ചിട്ടായിരുന്നു വാഹനം ഓടിച്ചിരുന്നത്. ആ ആക്സിഡൻറ്റിൽ ആ കാറിലുണ്ടായിരുന്ന ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു. ആ വിവരം പോലീസിൽ അറിയിക്കാതെ അദ്ദേഹം സ്പോട്ടിൽ നിന്ന് മുങ്ങി. പിന്നീടത് ഒരുപാട് നിയമയുദ്ധങ്ങളും കാര്യങ്ങളുമൊക്കെ നടന്നു. കോടതി അയാളെ ശിക്ഷിച്ചു. അതൊക്കെ വേറെ കാര്യം. ഏതായാലും ഇലക്ഷൻ പ്രചാരണത്തിന് എതിരാളികൾ പ്രയോഗിച്ച ഒരു മുഖ്യ ആയുധം അതായിരുന്നു. അവസാനം പ്രൈമറി ഇലക്ഷൻ കഴിഞ്ഞു. പ്രൈമറി ഇലക്ഷൻ്റെ രീതി എന്ന് പറഞ്ഞാൽ അമേരിക്കയിലെ 34 സ്റ്റേറ്റുകളിലും ഈ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ആൾക്കാർ അവരുടെ പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്സിന് വേണ്ടി വോട്ട് ചെയ്യും. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആൾക്കാർ അവരുടെ പാർട്ടിയുടെ കാൻഡിഡേറ്റ്സിന് വേണ്ടി വോട്ട് ചെയ്യും. ഒന്നിൽ കൂടുതൽ ഇപ്പോൾ ഒരു പാർട്ടി ഒരു കാൻഡിഡേറ്റിനെ നിർത്തുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല.
അല്ലെങ്കിൽ ഒരാളെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു, ആരും അയാളെ എതിർക്കുന്നില്ലെങ്കിൽ ഈ പ്രൈമറി ഇലക്ഷൻ ഇല്ല. പക്ഷെ അങ്ങനെ നോർമലി സംഭവിക്കാറില്ല. 34 സ്റ്റേറ്റുകളിൽ 10 സ്റ്റേറ്റ് കെന്നഡിക്കും 24 സ്റ്റേറ്റുകൾ ജിമ്മി കാർട്ടർക്കും. അങ്ങനെ കെന്നഡി ഭംഗിയായി പരാജയപ്പെട്ടു. അത് മരിയെ ഒരു ഡിപ്രഷൻ ലെവലിൽ വരെ എത്തിച്ചു. കാരണം അത്രയും ഇൻവോൾവ്ഡായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഈ മരിയയുടെ ഡിപ്രഷൻ മാറ്റാൻ വേണ്ടി അവരുടെ പാരൻസ് യൂനിസ് കെന്നഡിയും റോബർട്ട് ഷ്രൈബറും കൂടി ഒരു യൂറോപ്യൻ യാത്രയൊക്കെ നടത്തി മറിയയും കൊണ്ട്. 1980 മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ. അർണോൾഡിൻ്റെ ആഗ്രഹം ഒന്നുകൂടി മത്സരിച്ചാലോ, കാരണം ഇപ്പോൾ ബോഡി നല്ല മസ്കുലറായിട്ടിരിക്കുകയാണ്, ഒന്നുകൂടി ഷേപ്പാക്കി വേണ്ടു. പിന്നെ പഴയ കാലമല്ല, മിസ്റ്റർ ഒളിമ്പിയ എന്നുള്ള കോമ്പറ്റീഷൻ്റെ രീതിയെ മാറി. മുമ്പ് നമുക്കറിയാം, ബോഡി ബിൽഡിംഗ് കോമ്പറ്റീഷൻസിൽ അത്യാവശ്യം പ്രതിഫലം കൊടുത്തിരുന്ന 2 കോമ്പറ്റീഷൻസേ ഉള്ളൂ. ഒന്ന് മിസ്റ്റർ ഒളിമ്പിയയും പിന്നൊന്ന് ജിം ലോറിമർ നടത്തുന്ന മിസ്റ്റർ വേൾഡും. മിസ്റ്റർ ഒളിമ്പിയയ്ക്ക് അന്ന് കൊടുത്തിരുന്ന പ്രതിഫലം $1000 വിജയിക്കുന്ന ആൾക്ക്, പിന്നെ പ്ലെയിൻ ടിക്കറ്റും. ഇപ്പോൾ ആ 1000 എന്നുള്ളത് $50,000 ആയിരിക്കുന്നു. 5 വർഷം കൊണ്ടുവന്ന വ്യത്യാസം. കാരണം ബോഡി ബിൽഡിങ്ങിൻ്റെ പ്രചാരണം കൂടി, ബോഡി ബിൽഡിംഗ് എന്ന ബിസിനസ്സിലേക്ക് ധാരാളം പണം വന്നു തുടങ്ങി. അതിനനുസരിച്ചപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡും മാറി. ഇതിനെല്ലാം കാരണക്കാരൻ ഒരേ ഒരു വ്യക്തിയാണ്, അർണോൾഡ്. ജിമ്മിൽ വെച്ച് അദ്ദേഹം ഫ്രാങ്കോയോട് ഒന്ന് ആലോചിച്ചു. ഫ്രാങ്കോ പറഞ്ഞു, ധൈര്യമായിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഫ്രാങ്കോ, അർണോൾഡ് പലപ്പോഴും അമേരിക്കയിലില്ലാത്തതുകൊണ്ട് അവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയുന്നില്ല. ഫ്രാങ്കോ ആണെങ്കിൽ ഡെയിലി ജിമ്മിലൊക്കെ പോകുന്നുണ്ട്. അദ്ദേഹം കൈറോപ്രാക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ഡെയിലി ജിമ്മിൽ പോകുന്നുണ്ട്. അവിടുത്തെ നടക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. അർണോൾഡ് റിട്ടയറായ 75 ശേഷം 76 ഫ്രാങ്കോയും, പിന്നെ 3 വർഷം ഫ്രാങ്ക് സെയിനും ആയിരുന്നു മിസ്റ്റർ ഒളിമ്പിയ ആയിരുന്നത്. പക്ഷേ ഓരോ വർഷവും കോമ്പറ്റീഷൻ തുടങ്ങുമ്പോഴേക്കും വീരവാദങ്ങൾ ഒരുപാട് വരും. ഇത്തവണ ഞാനാണ്, നമ്മുടെ മസിലിൻ്റെ അടുത്തെത്താൻ ഇവിടെ ആർക്കും പറ്റൂല എന്നുള്ള രീതിയിലുള്ള പല വീരവാദങ്ങളും. അപ്പം ഇതെല്ലാം ഫ്രാങ്കോ അർണോൾഡിനോട് പറയുകയാണ്, ഇവിടെ ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്, നീ ഒന്ന് ഇറങ്ങി അത് ശരിയാവും. പിന്നീട് ഈ വിവരം ചർച്ച ചെയ്തത് മെറിയയുടെ അടുത്താണ്. മെറിയ ഒരു കാരണവശാലും സമ്മതിക്കില്ല. പ്രധാനപ്പെട്ട കാര്യം, വേണ്ടപ്പെട്ട ഒരാൾ ഇപ്പോൾ ഒരു തോൽവി കഴിഞ്ഞ് നിൽക്കുകയാണ്. കെന്നഡി പ്രസിഡന്റ് ഇലക്ഷന് മറ്റേ പ്രൈമറി ലെവലിൽ തോറ്റു. ആ സമയത്ത് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി. പ്രശസ്ത ബോക്സർ മുഹമ്മദ് അലി, ലോകം കണ്ട ഏറ്റവും നല്ല ബോക്സറായ മുഹമ്മദ് അലി, അദ്ദേഹം ഈ പറഞ്ഞ പോലെ പ്രൊഫഷണൽ ബോക്സിംഗിൽ നിന്ന് റിട്ടയർ ചെയ്തിരിക്കുന്ന കാലമായിരുന്നു. 1980 അദ്ദേഹം ഒരു കംബാക്ക് നടത്തി. ഒരിക്കൽ കൂടി വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ചു. പക്ഷേ അന്നത്തെ ചാമ്പ്യൻ ലാറി ഹോംസിനോട് തോറ്റുപോയി. അപ്പോൾ മറിയ പറയാണ്, മുഹമ്മദ് അലിക്ക് അങ്ങനെ സംഭവിച്ചു. എനിക്കാണെങ്കിൽ എൻ്റെ വ്യക്തി ജീവിതത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ പരാജയം വലിയൊരു അടിയാണ്. ഇനി താങ്കൾ പരാജയപ്പെടുന്നത് എനിക്ക് കാണാൻ വയ്യ. ആ രീതിയിൽ മരിയ ശക്തമായിട്ട് എതിർത്തു. ഏതായാലും പക്ഷെ കുറേ ദിവസമൊക്കെ സംസാരിച്ച് അവസാനം മരിയ സമ്മതിച്ചു. അപ്പോഴും അർണോൾഡ് പരസ്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടില്ല മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷന് മത്സരിക്കാൻ പോകുന്നു എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചിട്ടില്ല. പ്രാക്ടീസ് അതിനനുസരിച്ച് ഊർജിതമാക്കി. ദിവസം 2 നേരം ഈ 2 മണിക്കൂർ വെച്ച് ജിംനേഷ്യത്തിൽ വർക്ക് ചെയ്യുന്നു. ഇതിനിടെ പലരും ചോദിക്കുന്നുണ്ട്, ഇത്തവണ മത്സരത്തിന് ഇറങ്ങുന്നുണ്ടോ? വിശാലമായെന്ന് ചിരിക്കും, വേറെ ഒരു ഉത്തരവും പറയില്ല. ചോദിക്കുന്നവനാകെ കൺഫ്യൂഷൻ. അപ്പോൾ ഈ ചോദിക്കുന്നവരുടെ മനസ്സിരിപ്പ് ഇയാളിറങ്ങിയാൽ പിന്നെ നമ്മുടെ കാര്യം നോക്കണ്ട എന്നുള്ളതാണ്. അപ്പോൾ ചോദിക്കുന്ന ഒരാൾക്കും കൃത്യമായ ഒരു ഉത്തരം കൊടുക്കില്ല. പിന്നെ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല. കാരണം എല്ലാവർക്കും അറിയാം, കോനാൻ ദി ബാർബേറിയൻ എന്നുള്ള സിനിമയ്ക്ക് ഇത്തരം ഒരു ബോഡിയാണ് ആവശ്യം എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ബോഡി ഇങ്ങനെ ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ ഇറങ്ങുന്നു എന്ന് പറയാൻ പറ്റില്ല. ആ വർഷത്തെ മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ നടക്കുന്നത് ഓസ്ട്രേലിയയിലെ സിഡ്നി എന്ന സ്ഥലത്താണ്.
അവിടേക്ക് ആ മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷൻ കവർ ചെയ്യാൻ അന്നത്തെ ഒരു പ്രശസ്ത TV കമ്പനി അർണോൾഡിനെ സമീപിച്ചിരിക്കുകയാണ്. ഒരു വലിയ തുകയ്ക്കുള്ള എഗ്രിമെൻറ്റും എഴുതിയിട്ടുണ്ട്. അർണോൾഡ് പിന്നെ എഗ്രിമെൻ്റിൽ നിന്ന് ഒഴിഞ്ഞു, പൈസ തിരിച്ചു കൊടുത്തു എന്നുള്ളതൊക്കെ വേറെ കാര്യം. അപ്പോൾ അർണോൾഡ് സിഡ്നിക്ക് വരുന്നു, അതിലും ആർക്കും സംശയമൊന്നുമില്ല. കാരണം ഇന്ന് TV കമ്പനിയുടെ ആളായിട്ട് വരുന്നു എന്നുള്ളത് പലർക്കും ഒരു സംശയം. ഇത്ര ഊർജിതമായി പ്രാക്ടീസ് ചെയ്യുന്നു, കോനാൻ്റെ ബോഡിയിൽ നിന്ന് മസിൽ സെപ്പറേഷൻ കൂട്ടുന്നു, ബോഡി വെയിറ്റ് അല്പം കുറയ്ക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയമുണ്ട്. ഒന്നും വ്യക്തതയില്ലാതെ അമേരിക്കയിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെത്തി മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. മത്സരത്തിൻ്റെ 2 ദിവസം മുമ്പ് അർണോൾഡ് പ്രഖ്യാപിച്ചു, ഞാൻ പങ്കെടുക്കും. എതിരാളികളായിരുന്നു കൂടുതൽ. കാരണം പലരും മനസ്സിൽ പാൽപ്പായസം കൊണ്ടിരിക്കുകയാണ്, മിസ്റ്റർ ഒളിമ്പിയ ടൈറ്റിൽ നമുക്ക്. അതുകൊണ്ട് തന്നെ പലരും എതിർത്തു. കൂട്ടത്തിൽ അതിൻ്റെ സംഘാടകരിൽ ഒരു വിഭാഗം പറഞ്ഞു, ഈ അവസാന നിമിഷം ഇങ്ങനെ പറയുന്നത് ശരിയല്ല. വേറൊരു വിഭാഗം പറഞ്ഞു, മിസ്റ്റർ ഒളിമ്പിയ ടൈറ്റിലിന് അങ്ങനെ ഒരു ലാസ്റ്റ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല. മറ്റ് പല കോമ്പറ്റീഷൻസിനും ഉണ്ട്, മിസ്റ്റർ ഒളിമ്പിയക്ക് അങ്ങനെ ഒന്നില്ല. പിന്നെ അവരതിൻ്റെ നിയമാവലിയൊക്കെ എടുത്ത് വായിച്ചു നോക്കിയപ്പോൾ സംഭവം ശരിയാണ്. മിസ്റ്റർ ഒളിമ്പിയ കോമ്പറ്റീഷന് ഇത്രാം തീയതിക്കകം അല്ലെങ്കിൽ മത്സരം തുടങ്ങുന്നതിന് ഇത്ര ദിവസം മുമ്പ് അപ്ലൈ ചെയ്യണമെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അർണോൾഡിന് ഓക്കെ കിട്ടി. കോമ്പറ്റീഷനിടയിലും പല ബോഡി ബിൽഡേഴ്സും അത്ര നല്ല മുഖത്തോടെയല്ല വരുന്നത്. അത് തന്നെ അർണോൾഡിൻ്റെ ഒരു വിജയമാണ്. അവരെല്ലാം മാനസികമായി ടെൻഷനിലാണ്. അവർ വെച്ചിരുന്ന ഒരു കിരീടം നഷ്ടപ്പെടും എന്നുള്ളൊരു ടെൻഷനിലാണ് ഇവരെല്ലാം മത്സരിക്കുന്നത്. അർണോൾഡാണെങ്കിൽ വളരെ റിലാക്സ്ഡായി ചിരിച്ചുകൊണ്ടാണ് അപ്പോഴും പതിവ് പോലെ. മത്സരം കഴിഞ്ഞു, അർണോൾഡിനെ വിജയിയായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ അവിടെയും മറ്റു ചില വ്യത്യാസങ്ങൾ അർണോൾഡ് കാണുകയാണ്. സാധാരണഗതിയിൽ ജഡ്ജസിൻ്റെ ഡിസിഷൻ ഐക്യകണ്ഠേനയായിരിക്കും. ഇത്തവണ അങ്ങനെ ആയിരുന്നില്ല. 7 ജഡ്ജസിൽ 5 പേർ അർണോൾഡിനെ അനുകൂലിച്ചും 2 പേർ എതിർത്തുമാണ് അവരുടെ പോയിന്റ് എഴുതിയത്. പ്രഖ്യാപനം കഴിഞ്ഞതോടെ കാണികളിൽ കുറച്ച് ആൾക്കാർ പ്രതിഷേധിച്ചു. കൂടുതൽ ആൾക്കാർ അർണോൾഡിനെ സപ്പോർട്ട് ചെയ്തെങ്കിലും അല്ലാതെ ഒരു ചെറിയ വിഭാഗം അവിടെ ഉണ്ടായിരുന്നു. പിന്നെ മത്സരാർത്ഥികളുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്നും പറയാൻ വേണ്ട. ചിലർ കസേര എടുത്തെറിയുന്നു, ചിലർ കയ്യിൽ കിട്ടിയ ട്രോഫി, ചെറിയ ട്രോഫികളൊക്കെ കിട്ടിയാൽ അത് വലിച്ചെറിയുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അവിടെ ഓരോ ഭാഗത്തും അർണോൾഡ് കാണുകയാണ്. അതോടെ അർണോൾഡ് ഒരു കാര്യം മനസ്സിലാക്കുകയാണ്, താനായിട്ട് വളർത്തിയെടുത്ത ഒരു സ്പോർട്സ് അവിടെ ഇനി അദ്ദേഹം മത്സരിച്ചിട്ട് കാര്യമില്ല. വീണ്ടും കൊനാൻ ദ ബാർബേറിയൻ്റെ ഷൂട്ടിംഗ് ആരംഭിച്ചു. ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പ് അർണോൾഡ് മരിയെ മീറ്റ് ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഇടയ്ക്കൊക്കെ അവിടേക്ക് വരണം, സംഭവം ആഫ്രിക്കയിലാണ്. മരിയ പറഞ്ഞു, പറ്റില്ല, കാരണം ഇത്ര ദൂരം ഞാൻ താങ്കളെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവർ പലതും തെറ്റിദ്ധരിക്കും. അതൊക്കെ കല്യാണത്തിന് ശേഷം. അപ്പം അർണോൾഡ് ചോദിച്ചു, എന്നാൽ പിന്നെ നമുക്കങ്ങ് കല്യാണം കഴിച്ചാലോ? പറഞ്ഞു, ഇപ്പോഴല്ല, എൻ്റെ കരിയർ ഡെവലപ്പായതിനു ശേഷം മാത്രം. ആ വർഷം മറ്റൊരു പ്രത്യേകത എന്തായിരുന്നു എന്ന് വെച്ചാൽ, അർണോൾഡിന് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിഗ്രി അവാർഡ് ചെയ്തു. അതേ വർഷം തന്നെ മെരിയ കോഴ്സ് കഴിഞ്ഞ് TV പ്രൊഡക്ഷൻ രംഗത്തേക്ക് കടന്നു. പ്രൊഡക്ഷനിൽ കുറച്ച് ദിവസം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ മെരിയയ്ക്ക് തോന്നി, പ്രൊഡക്ഷനേക്കാൾ ഒന്നുകൂടി ശോഭിക്കുക ഓൺ സ്ക്രീൻ പ്രസൻറ്റേഷൻ ആയിരിക്കും. ഒരു ദിവസം അർണോൾഡ് ആ വീട്ടിൽ ചെല്ലുമ്പോൾ റോബർട്ട് ഷൈവർ, അതായത് മരിയയുടെ അച്ഛൻ, ആ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. കയ്യിലൊരു മാഗസിനുണ്ട്. അർണോൾഡിനെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ഞാനിപ്പോൾ താങ്കളെക്കുറിച്ച് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അർണോൾഡ് ആദ്യം വിചാരിച്ച് പഴയ വല്ല സ്പോർട്സ് മാഗസിനുമായിരിക്കും, മിസ്റ്റർ ഒളിമ്പിയയുടെയോ അല്ലെങ്കിൽ അത്തരം ഏതെങ്കിലും ഒരു ഇവൻറ്റിൻ്റെയോ കാര്യങ്ങൾ വരുന്ന ഒരു സ്പോർട്സ് മാഗസിനായിരിക്കും എന്ന് വിചാരിച്ചു. അദ്ദേഹത്തിൻ്റെ ആ മാഗസിൻ വാങ്ങിച്ചു നോക്കി. അത്
അന്നത്തെ പ്രശസ്തമായ ഒരു ബിസിനസ് മാഗസിനായിരുന്നു. അതിൽ അർണോൾഡിനെ കുറിച്ച് ഒരു ലേഖനം, ഓസ്ട്രിയയിൽ നിന്ന് അമേരിക്കയിലെത്തിയ ഒരു മനുഷ്യൻ്റെ ജൈത്രയാത്ര എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ തലവാചകം തന്നെ. ബോഡി ബിൽഡിങ്ങിൽ വേൾഡ് നമ്പർ 1 ആവുന്നു, അതിനുശേഷം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാനായി മാറുന്നു, അതിനുശേഷം സിനിമാ അഭിനയം സ്റ്റാർട്ട് ചെയ്യുന്നു, ഇപ്പോൾ അതാ ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയുടെ ഭാഗമായിരിക്കുന്നു എന്നുള്ള രീതിയിൽ അർണോൾഡിനെ കുറിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റിയ ഓരോ അമേരിക്കക്കാരനും ഓരോ വളർന്നു വരുന്ന ചെറുപ്പക്കാരനും മാതൃകയാക്കാൻ പറ്റിയ ഒരു ഉദാഹരണം എന്നുള്ള നിലയ്ക്കാണ്